തൂക്കിയാ അയാൾ അഴിഞ്ഞാടിക്കണം. അഴിഞ്ഞാട്ടമെന്ന് വെച്ചാൽ ഇതിനൊക്കെ ഒരു അഴിഞ്ഞാട് ഞാൻ കണ്ടല്ലോ. അപ്പോൾ യുദ്ധരുടെ ഓരോ ഡ്രസ്സിങ്ങിലും നമ്മളെ യുദ്ധന്മാർ മാറി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡ്രസ്സിങ് മോഡൽ കണ്ടു കഴിഞ്ഞാൽ ലാസ്റ്റ് ക്ലൈമാക്സ് ഗംഭീരോട് കിടുക്കെന്ന് കഴിഞ്ഞാൽ അതാണ് പറയുന്നത്. പയ്യന്മാരായുള്ള ഡയറക്ടർമാരുണ്ട്, അവന്മാർക്ക് അവസരങ്ങൾ പുതിയ ഡയറക്ടറുകൾ വന്നല്ലേ മലയാള സിനിമയ്ക്ക് പുതിയ ഡയറക്ടറാണ് മമ്മൂക്ക കൊടുത്തല്ലേ. അതാണ് പറയണത്. മമ്മൂക്ക എന്നുള്ള ഒരു പ്രചോദനമാണ്, മലയാളികൾക്ക് ഒരു അഭിമാനമാണ് അയാളെന്ന് പറയുന്നത്. ആറാട്ടെണ്ണം വരെ ഉണ്ട്. ആറാട്ടെണ്ണം കയറി കൈ പിടിച്ച് കയറ്റി മമ്മൂക്ക, ഒരു രക്ഷയില്ല. സൂപ്പർ. 100 കോടിയില്ലെന്ന് കളിയാക്കിയാണ് മമ്മൂക്കെ. അതിന് 100 കോടിയില്ലെന്ന് കളിയാക്കിയാണ് മമ്മൂക്കെ. ഇത് 100 കയറും, 100-ൽ കൂടുതലാവും, 100-ൽ കൂടാം. പിന്നെ നമ്മൾ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറിനെ മെഗാസ്റ്റാറിനെ പടം നമ്മൾ കൊള്ളാമെങ്കിലും കൊള്ളൂല്ലെങ്കിലും നമ്മൾ ഒരിക്കലും നമ്മൾ നെഗറ്റീവ് പറയാൻ പാടില്ല. നമ്മളെ മലയാള സിനിമയെ അവർ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെ മലയാള സിനിമ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പടം ഇഷ്ടപ്പെട്ട ഒരു രക്ഷയിലടേ. സൂപ്പർ പൊളി. ഹൈപ്പ് വേണ്ട, ഇതിനകത്ത് പ്രസ് മീറ്റ് വേണ്ട. നമുക്ക് സാധാരണ സിനിമ ചെയ്താൽ പ്രസ് മീറ്റ് ഉണ്ടാവും, പ്രചരണം കൊടുക്കണം, പോസ്റ്റർ കൊടുക്കണം, ടീസർ കൊടുക്കണം, ട്രെയിലർ കൊടുക്കണം. ഈ സിനിമയെ സംബന്ധിച്ച് അതൊന്നിൻ്റെ ആവശ്യമില്ല. കണ്ട രോമാഞ്ചം അമ്മാതിരി സാധനങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു നഷ്ടവുമില്ല. ടിക്കറ്റ് എടുക്കുക, ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്ക്. അത്ര ഹെവി സാധനമാണ്. അത്രയും സാധനം ചെയ്തിട്ടാണ് മമ്മൂക്ക റെസ്റ്റ് എടുക്കുന്നത്. മമ്മൂക്കയോട് ഞങ്ങൾ പറയാനുള്ളത്, ഒക്കെ ധൈര്യമായി റെസ്റ്റ് എടുത്തും ഈ സിനിമ ഇവിടുത്തെ ജനങ്ങൾ ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മമ്മൂക്ക 100 കോടിയില്ലെന്ന് കളിയാക്കിയാണ്. അതിനെക്കുറിച്ച് ഇത് 100 കോടി ഇതിൽ 200 കോടി എങ്കിലും പോകും. അമ്മാതിരി സാധനമൊന്നും നിങ്ങളത് കണ്ടു നോക്കിയേ. മനുഷ്യനാണ് വിഷു തൂക്കിയാ മമ്മൂക്ക, വിഷു തൂക്കിയാ. എന്നാലും ഇങ്ങനെ എന്ത് മനുഷ്യനാണെന്ന് ഞെട്ടിച്ചാ. ഞാനിപ്പോഴും ആ ഒരു ഇങ്ങനെ നിൽക്കുകയാണ്. ക്ലൈമാക്സ് പ്രതീക്ഷിച്ചല്ലേ? പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സാ.